നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ CPM-ന് തലങ്ങും വിലങ്ങും അടികിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പല CPM നേതാക്കളും കൊഴിഞ്ഞ് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നു. മുൻപ് റെജി ലൂക്കോസ് പാർട്ടി വിട്ടപ്പോൾ ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറഞ്ഞത്, റെജി ലൂക്കോസ് ആരാണ്, അയാൾക്ക് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ല, അയാൾ എവിടെയെങ്കിലും പോയാൽ ഞങ്ങൾക്ക് എന്താണ് എന്ന് പറഞ്ഞ് അത് ഒന്ന് ആ വിവാദം ഒന്ന് കെട്ടടക്കി വിട്ടിരുന്നു. എന്നാൽ അതിലൊന്ന് ആശ്വസിച്ച് നിൽക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അടി അതത്ര നിസ്സാരമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം തല പിളർക്കുന്ന അടിയാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിൽ ചേർന്ന കൊട്ടാരക്കര മുൻ MLA-യും CPM നേതാവുമായ ഐഷ പോറ്റിക്കെതിരെ ഇപ്പോൾ CPM സൈബർ ഇടങ്ങളിൽ കടുത്ത സൈബർ ആക്രമണം തുടങ്ങിയിട്ടുണ്ട്. ഈ ആക്രമണം തുടങ്ങിയതിനൊരു കാരണമുണ്ട്. കാരണം ഐഷ പോറ്റി കോൺഗ്രസിൽ ചേക്കേറിയത് CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖത്തേൽക്കുന്ന അടിയാണ്. സ്ഥാനമാനങ്ങളോടുള്ള ആർത്തിയാണ് പാർട്ടി വിടാനുള്ള ഐഷ പോറ്റിയുടെ തീരുമാനത്തിന് പിന്നിൽ എന്നാണ് സൈബർ വെട്ടുകിളിക്കൂട്ടം ഇപ്പോൾ കൊത്തിപ്പറിച്ച് ഇറങ്ങിയിരിക്കുന്നത്. 3 തവണ MLA ആയി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളും അവർക്ക് പാർട്ടി നൽകി. എന്നിട്ടും പാർട്ടി വിടേണ്ട സാഹചര്യം അവർക്കൊരു തരത്തിലും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും നെറികേട് കാണിച്ചിരിക്കുകയാണ്, വർഗവഞ്ചകി എന്നാണ് ഐഷ പോറ്റിക്ക് നേരെ ഇപ്പോൾ CPM സൈബർ ഗ്രൂപ്പുകളും അതുപോലെ തന്നെ സഖാത്തികളും വാളെടുത്തിരിക്കുന്നത്. CPM-ലെ വനിതാ നേതാക്കൾ ഐഷ പോറ്റിക്ക് നേരെ കടിച്ചു കീറുകയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടി വിട്ടത് സ്ഥാനമാനങ്ങൾ മോഹിച്ചാണെന്ന വിമർശനമാണ് CPM സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ പ്രധാനമായും ഉയർത്തുന്നത്. ഐഷ പോറ്റിക്കെതിരെ കടുത്ത വിമർശനവുമായി മുൻ മന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായ J. മേഴ്സിക്കുട്ടിയമ്മയും രംഗത്ത് വന്നു. സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കുമോ അതാണ് ഐഷ പോറ്റി കാണിച്ചിരിക്കുന്നത് എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. ഐഷ പോറ്റിക്ക് പാർട്ടി വിട്ടു പോകാനുള്ള ഒരു സാഹചര്യവുമില്ല. 3 തവണ അവർ MLA ആയതല്ലേ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ സ്ഥാനങ്ങളും അവർക്ക് പാർട്ടി നൽകിയിട്ടുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒപ്പം നിൽക്കാനാണെങ്കിൽ എങ്ങനെയാണ് UDF-ൽ പോകുക? അവർ എപ്പോഴാണ് മനുഷ്യർക്കൊപ്പം നിന്നതെന്നും മേഴ്സിക്കുട്ടിയമ്മ ചോദിച്ചു. വർഗവഞ്ചനയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതിനെ നേരിടാൻ ജില്ലയിലെ പാർട്ടിക്കാകുമെന്നും മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. അതേസമയം വിമർശനങ്ങളെ താൻ ഭയക്കുന്നില്ല എന്ന് ഐഷ പോറ്റി പ്രതികരിച്ചു. എനിക്കെതിരെ ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ കടുത്ത ആക്രമണം ഉണ്ടാകും എന്നറിയാം. വർഗവഞ്ചകി എന്ന് വിളിച്ചേക്കും. എന്നാൽ അറിഞ്ഞുകൊള്ളുക, എന്നെ എത്ര വിമർശിച്ചാലും അതെന്നെ കൂടുതൽ ശക്തയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടാകും. സാരമില്ല, എനിക്ക് അവരോടൊക്കെ ഇഷ്ടമാണ്. കുറച്ച് ഡിസിഷൻ മേക്കേഴ്സ് ആണ് എന്നെ ദ്രോഹിച്ചത്. ജീവനുള്ള കാലത്തോളം എല്ലാ പാർട്ടിയിലും ജാതി മതങ്ങളിലും ഒക്കെയുള്ള മനുഷ്യരോടൊപ്പം കാണും. ആർക്കും ദേഷ്യം തോന്നണ്ട. എൻ്റെ ജോലിയും സ്വകാര്യ സന്തോഷങ്ങളും അടക്കം ത്യജിച്ചാണ് പ്രവർത്തനം നടത്തിയത്. ഞാൻ ഇനിയും ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നും ഐഷ പോറ്റി പ്രതികരിച്ചു. 3 പതിറ്റാണ്ട് കാലം CPM-നൊപ്പം നിന്ന നേതാവാണ് ഐഷ പോറ്റി. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന കോൺഗ്രസിന്റെ പ്രതിഷേധ വേദിയിൽ വെച്ചായിരുന്നു ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്തത്. കൊട്ടാരക്കര മുൻ MLA ആയ ഐഷ പോറ്റിയെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. കൊട്ടാരക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനത്തിൽ പ്രാസംഗികയായി എത്തിയതു മുതൽ ഐഷ പോറ്റി CPM വിടുന്നു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അന്ന് ആ വാർത്തകൾ നിഷേധിച്ച ഐഷ പോറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെയാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. 3 തവണ കൊട്ടാരക്കര MLA ആയി ഐഷ പോറ്റി തെരഞ്ഞെടുക്കപ്പെട്ടു. 2006-ൽ R. ബാലകൃഷ്ണ പിള്ളയെ 12,968 വോട്ടുകൾ കട്ടിമറിച്ചായിരുന്നു ഐഷ പോറ്റി MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. 2011-ൽ തന്റെ ഭൂരിപക്ഷം 20,592 വർദ്ധിച്ചു. 2016-ലും 42,632 എന്ന വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2006-ൽ R. ബാലകൃഷ്ണ പിള്ളയിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുത്ത ഇവർ തുടർന്ന് നടന്ന 2 തെരഞ്ഞെടുപ്പുകളിലും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചു. 1977 മുതൽ തുടർച്ചയായി 7 തവണ ബാലകൃഷ്ണ പിള്ള കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ച മണ്ഡലമാണിത്. കഴിഞ്ഞ തവണ KN ബാലഗോപാലിനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചതോടെ നേതൃത്വത്തോട് ഇടയുകയും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു. തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിച്ചവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം കർശനമായി നടപ്പാക്കാൻ തീരുമാനിച്ചതോടെ ഐഷ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ മന്ത്രി പദവി ആഗ്രഹിച്ചിരുന്ന വനിതാ നേതാവായിരുന്നു ഐഷ പോറ്റി. എന്നാൽ അന്ന് പരിഗണിക്കപ്പെട്ടിരുന്നില്ല. പിന്നീട് സീറ്റ് ലഭിക്കാതെയും വന്നതോടെ പാർട്ടിയുമായി അകലുകയായിരുന്നു.
കൊട്ടാരക്കരയിലെ ജൈൻ കില്ലർ, അതാണ് ഐഷ പോറ്റിയെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരേ ഒരു വാക്ക്. കൊട്ടാരക്കരയിലെ കൊമ്പനായ ആർ ബാലകൃഷ്ണപിള്ളയെ വീഴ്ത്തിയ ജനകീയ പരിവേഷത്തിന് ഉടമ, ആ ഒരു പേര് തന്നെ, ആ ഒരു പ്രതാപം തന്നെ അവർക്ക് വലിയ നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത്. പിണറായി സർക്കാരിൽ കടുത്ത അതൃപ്തിയിലായിരുന്നു ഐഷ പോറ്റി ഉണ്ടായിരുന്നത്. അതായത് പിണറായി തീരുമാനിക്കും, അതാണ് അവസാന വാക്ക്, മറ്റുള്ളവർക്കൊന്നും ഒരു അക്ഷരം പോലും പറയാൻ കഴിയാത്ത സാഹചര്യം. ഇതിനെല്ലാം ഐഷ പോറ്റി വല്ലാതെ എതിർത്തിരുന്നു. എന്നാൽ ഐഷ പോറ്റിക്ക് സ്ഥാനമാനങ്ങൾ കൊടുക്കാത്തത് കൊണ്ടാണ് അവർ പാർട്ടി വിട്ടിരിക്കുന്നതെന്നും അവർ ഒരു അധികാരമോഹിയാണ് എന്ന് തെളിയിച്ചിരിക്കുന്നുവെന്നും ഇപ്പോൾ CPM ഐഷ പോറ്റിക്ക് നേരെ വിമർശനങ്ങൾ ചൊരിയുന്നുണ്ട്. പിണറായി വിരുദ്ധ വികാരം ശക്തമാണെന്ന് തെളിയിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെയാണ് ഐഷ പോറ്റി കോൺഗ്രസിന്റെ കൈപിടിക്കുന്നത്. മുൻപ് പ്രവർത്തിച്ച പ്രസ്ഥാനം വലിയ വിഷമങ്ങളാണ് നൽകിയത്. അതേക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഇത്രയും നാളത്തെ പ്രവർത്തനമാണ് എന്നെ ഇത്രത്തോളം ആക്കിയത്. അധികാരമോഹിയല്ല, മനുഷ്യനോടൊപ്പം പ്രവർത്തിക്കാൻ എല്ലാവർക്കുമൊപ്പം ഇനിയും കാണുമെന്നും ഐഷ പോറ്റി വ്യക്തമാക്കുന്നുണ്ട്. ദീർഘകാലമായി ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങളുണ്ട്, അത് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. CPMന്റെ സൈബർ ഗ്രൂപ്പുകൾ എന്നെ വേട്ടയാടുമെന്ന് എനിക്കറിയാം. പക്ഷേ അത്തരം വേട്ടയാടലുകൾക്ക് ഭയന്നോടുന്ന ആളല്ല ഞാൻ നെഞ്ചും വിരിച്ചു നിന്ന് അതിനെയെല്ലാം നേരിടും. ഞാൻ മനുഷ്യർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും ഐഷ പോറ്റി ആവർത്തിച്ചു പറയുന്നുണ്ട്. ഐഷ പോറ്റി പൊടുന്നനെ കോൺഗ്രസിലേക്ക് പോകുമ്പോൾ കൊട്ടാരക്കരയിൽ വലിയ ഒരു പ്രതിസന്ധി ഇനി CPM നേരിടും എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കാൻ CPMന് കഴിയും? കരുത്തുറ്റ ഒരാളെ തന്നെ അവിടെ കൊണ്ടിറക്കണം. എന്തായാലും ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വലിയ പ്രതിസന്ധികൾക്ക് നടുവിലേക്ക് വീണിരിക്കുകയാണ്. നമുക്കറിയാം, ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ജനങ്ങൾ സർക്കാരിനെതിരെയും ഈ പാർട്ടിക്കെതിരെയും നിൽക്കുകയാണ്. അതിൻ്റെ കൂടെയാണ് പലരും പാർട്ടി വിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇത് പിണറായിയിലുള്ള അതൃപ്തി കൊണ്ടാണ് എന്നുള്ള ഒരു വ്യാഖ്യാനം വന്നിരിക്കുകയാണ്. എന്തായാലും ഐഷ പോറ്റിക്ക് ഇനി വരും ദിവസങ്ങളിൽ, വരും നാളുകളിലൊക്കെ CPM സൈബർ ഗ്രൂപ്പുകളുടെ വലിയ വേട്ടയാടൽ നേരിടേണ്ടി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.